ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും അതേപോലെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മളെ മലബാറി സ്പെഷ്യൽ കായ്പോളുണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ഇട്ടുകണം കേട്ടോ. ആ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെയാണ് ഞാനിന്ന് കടി ഓർഡറാണ്. അപ്പം കുറച്ച് കേക്കിനൊക്കെ ഓർഡറുള്ള ദിവസമാണ്. അപ്പം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് ഞാൻ രണ്ടടുപ്പത്തും മൺചട്ടി ഓർഡർ ചട്ടി വെച്ചുകൊണ്ട് അതിന് ചുട്ടെടുക്കുകയാണ്. അപ്പം കറി ഗ്രീൻ പീസിൻ്റെ കറിയാണ്. അപ്പം ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയാണ്ട് അതും ഒരടുപ്പത്ത് വെച്ചെടുത്തേക്കണം. അപ്പം ഇന്ന് സ്കൂളൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് ചോറും കൂട്ടാനും അതൊന്നും ആവണ്ട. അപ്പം ഇന്ന് സൺഡേ എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അങ്ങനെ ഓർഡറൊക്കെ ഞാൻ ഓരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്തു. അപ്പോൾ 4 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലോണം ചൂടാറിയിട്ട് ക്രം കോട്ട് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ടുള്ള കഴിച്ചിട്ടത് കേട്ടോ. ഇനി ഓരോന്നായി ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഫിനിഷ് ചെയ്യാനാണ് സമയം പിടിക്കുക. അപ്പോൾ അങ്ങനെ 3 ബ്ലാക്ക് ഫോറസ്റ്റും 1 വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കുമാണ് കേട്ടത്. അങ്ങനെ ഒരു കേക്ക് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടോ. രണ്ടാമത്തെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കേക്കുകളൊക്കെ ഫുള്ളായിട്ടും ഫിനിഷ് ചെയ്തു, വർക്കും ചെയ്തു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ റെസിപ്പി കാണിക്കാൻ.
അങ്ങനെ കേക്ക് പാക്കിങ്ങും കേക്ക് കൊണ്ടുപോയി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് നമ്മളെ റെസിപ്പി കാണാം. അപ്പോൾ നമ്മളെ മലബാറി സ്പെഷ്യൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കായപ്പോളിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 നേന്ത്രപ്പഴം എടുത്തേക്കണേ. അപ്പം നല്ലോണം പഴുക്കണം കേട്ടോ, ഒരു പഴുപ്പ് കുറഞ്ഞതാവരുത്. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞുകാണ്ട്, ഇത് ചെറിയ ചെറിയ പഴമാണ്, തൊലി കളഞ്ഞുകാണ്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ പഴങ്ങളൊക്കെ കട്ട് ചെയ്ത് കണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അതിന് ഇത് ഉണ്ടാക്കുന്ന ചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് കേട്ടോ, കാരണം അടിയിലൊന്നും മുട്ടിപ്പിടിക്കാതെ കിട്ടും. എന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതും ചൂടായി കണ്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേന് നമുക്ക് മുന്തിരി ഉണ്ടല്ലോ, അതൊക്കെ ഇത് രണ്ടും കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അത് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് ഈ നെയ്യിൽ തന്നെ നമ്മൾ പഴം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ അത് വഴറ്റിങ്ങാണ്ട് അത് മാറ്റി വെച്ചിട്ടോ. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തുങ്ങാണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കണം. അപ്പം ഒരു നീന്ത്രപ്പായ ഉണ്ടല്ലോ, ഒരു നീന്ത്രപ്പായ എടുക്കണമെന്ന് വെച്ചാൽ 2 മുട്ട. അപ്പം ഞാൻ കുറച്ചധികം മുട്ട എടുത്തുക്കണത്, കാരണം എൻ്റെത് കുറച്ചധികം പഴമുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നീന്ത്രപ്പായത്തിന് 2 കോഴിമുട്ട എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സിൻ്റെ ജാർക്ക് പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ അതൊക്കെ 5-6 ഏലക്ക അത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പഴക്കണേ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് അത്യാവശ്യം പഴം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം അടിച്ചെടുക്കുക. നമുക്ക് വയറ്റിയെടുത്ത പഴം ഉണ്ടല്ലോ അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് മുട്ട ഉണ്ടല്ലോ നമ്മൾ അടിച്ചെടുത്തേ ആ മുട്ടൻ്റെ കൂട്ട് ആ പഴത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ചട്ടിക്ക് ഓൾറെഡി അങ്ങനെ തന്നെ നമ്മൾ പഴം വാട്ടി വെച്ച ചട്ടിക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കാൻ വേണ്ടിയാണ്ടാണ് ഞാനിങ്ങനെ ഒരു പാത്രത്തേക്ക് വേറെ പാത്രം എടുത്തുകൊണ്ടേക്ക് മാറ്റിയത്. അതേപോലെ നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതിൻ്റെ പകുതിയും ഇതൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒരു സ്പൂണോ കയ്യിലൊക്കെ വെച്ചുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. പകുതി ഇട്ടോ, പകുതി നമുക്ക് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള ഒരു നുള്ള ഉപ്പ് ഇട്ടോ, ഒരു പിഞ്ച് ഉപ്പ് എന്നൊക്കെ പറയില്ലേ, അത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. അപ്പം ചട്ടിക്ക് അടുപ്പത്ത് വെച്ചേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിക്കണം കേട്ടോ. അതിന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഈ പഴമൊക്കെ ഒന്ന് കുന്നുകൂടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച പകുതി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. താന്ന് പോകുന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക.
ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തന്നെയാണ് ഇട്ട് കൊടുത്തത്. പെട്ടെന്നൊന്നും താന്നു പോവില്ല, എന്നാലും മുകളിൽ ഇങ്ങനെ കാണാനുണ്ടാവും ചെയ്യും. നമുക്ക് അത് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് വേറെ ചട്ടി വെച്ചെടുക്കുക. ചട്ടി ചൂടായിട്ട് വേണം ഈ പാത്രം വെച്ചെടുക്കാൻ. നേരിട്ട് തീ ആളിക്കത്തിങ്ങാണ്ട് കരിയാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യണത്. വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് വെച്ചെടുക്കുക. എന്നിട്ട് സിമ്മിലാക്കിയിട്ട് 20-25 മിനിറ്റ് 20 മിനിറ്റിൽ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും 25 മിനിറ്റിൽ പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ പപ്പടത്തിൻ്റെ കോലുണ്ടല്ലോ, ആ പപ്പടക്കോല് വെച്ച് കണ്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിക്കണം കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടില്ല, കണ്ടോ അതിൽ ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കണേ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് പിന്നെയും വെച്ചു. അപ്പോൾ നല്ലോണം സെറ്റായി വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കിത് ചൂടോടെ വേറെ പാത്രത്തേക്ക് തിരിച്ചിടണം. ഇപ്പോൾ കണ്ട ഞാൻ കുത്തി നോക്കുമ്പോൾ ആ കോലുമ്മലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഈ പത്തിരിക്കല്ലുണ്ടല്ലോ, അതിന്മേൽ തന്നെ കുറച്ച് നെയ്യ് തടവിയിട്ട് അയക്കന്നെയാണ് കേട്ടോ മറിച്ചിടുന്നത്. ഓവറായി കല്ലുമ്മ ഇട്ടുങ്ങാണ്ട് ചൂടാക്കരുത് കേട്ടോ. അതിമങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ സിമ്മിൽ 20-25 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കായപ്പോൾ കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ചൂടാറാൻ നിൽക്കണില്ല, ചൂട് കൊടുക്കുക തന്നെ ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.